السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അൽ-അല്ലാമ ഇമാം അസ്-സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ചെറിയ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം: ഇന്നൽ മആസിയ തുഫ്സിദുൽ അഖ്ലാഖ വൽ അഅമാല വൽ അർസാഖ്. തീർച്ചയായും തിന്മകൾ എന്ന് പറയുന്നത് തുഫ്സിദുൽ അഖ്ലാഖ, അത് സ്വഭാവങ്ങളെ നശിപ്പിച്ച് കളയുന്നതാണ്. ഒരാൾ തിന്മ ചെയ്യുന്ന ആളാണ് എങ്കിൽ, വൃത്തികേടുകൾ ചെയ്യുന്ന ആളാണ് എങ്കിൽ അയാളുടെ സ്വഭാവവും അതുപോലെ തന്നെ മോശമായിരിക്കും. ചിലപ്പോൾ അയാൾ തിന്മ ചെയ്യാൻ നഫ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തിന്മയായിരിക്കും. ഒരാൾ കള്ളു കുടിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിക്കുന്നുണ്ട്, ഇതൊക്കെ നഫ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തിന്മയാണ്, തൻ്റെ സ്വന്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തിന്മയാണ്. പക്ഷേ അത് മുഖാന്തരം തന്നെ അയാളുടെ സ്വഭാവം അത് വളരെ മോശമായി തീരുമെന്നാണ് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വൽ അഅമാല, അയാളുടെ സൽപ്രവർത്തനങ്ങളെയും അത് സാരമായിക്കൊണ്ട് തന്നെ ബാധിക്കും. ഒരാൾ തിന്മ ചെയ്യുന്ന ആളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് ലഭിക്കുകയില്ല. ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ അമലുകളുടെ ഒന്നും റൂഹ് അദ്ദേഹത്തിന് പാലിച്ചുകൊണ്ടാവില്ല അയാൾക്ക് ചെയ്യാൻ സാധിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കാനോ അതല്ലെങ്കിൽ ആ നിസ്കാരം കൊണ്ട് കിട്ടേണ്ടുന്നതായ ചില കാര്യങ്ങളുണ്ട്, അള്ളാഹുവിനോടുള്ള സാമീപ്യവും അള്ളാഹുവിനോടുള്ള ഒരു ഇനാബത്തും ഒക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട് ആ നിസ്കാരത്തിലൂടെ. അതൊന്നും കിട്ടൂല. ഇതേ രൂപത്തിൽ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ആ പ്രവർത്തനത്തിൻ്റെ ഒന്നും സത്ത അത് നമുക്ക് എന്ത് ചെയ്യില്ല, ലഭിക്കുകയില്ല. അതുപോലെ തന്നെ മൂന്നാമത് അദ്ദേഹം പറഞ്ഞതുപോലെ റിസാഖ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഉപജീവനങ്ങളെയും അത് നശിപ്പിച്ച് കളയുന്നതാണ്. സമാനമായ രൂപത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാളുടെ തിന്മ കാരണത്താൽ അയാൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന റിസ്ഖുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി കളയുമെന്നൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തിന്മകൾ ചെയ്യാത്ത ആളാവണമെന്നല്ല, തിന്മകൾ ചെയ്യാതിരിക്കാൻ കഴിയൂല, ഉറപ്പാണ്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ എല്ലായ്പ്പോഴും തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലായിരിക്കണം. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യൻ താൻ ജീവിതത്തിൽ ചെയ്ത തിന്മകളെ അവൻ കാണുന്നത് തൻ്റെ മുകളിലേക്ക് പതിക്കാനിരിക്കുന്ന ഒരു പർവ്വതത്തിന് സമാനമായിക്കൊണ്ടാണ്. എന്നാൽ ഒരു ഫാസിഖായ ഒരു മനുഷ്യനാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകളെ അയാൾ കാണുന്നത് തൻ്റെ മൂക്കിൻ തുമ്പത്ത് വന്നിരിക്കുന്ന ഒരു പ്രാണിക്കെത്ര വില കൊടുക്കുമോ ആ രൂപത്തിലാണ് ഒരാൾ എന്ത് ചെയ്യുക, തൻ്റെ തിന്മകളെ കാണുന്ന ഫാസിഖാണെങ്കിൽ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ തിന്മ ചെയ്യും, സ്വാഭാവികമാണ്, മനുഷ്യരാണ്, തെറ്റുകളൊക്കെ സംഭവിക്കും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടും തൗബ ചെയ്തുകൊണ്ടുമൊക്കെ അതിൽ നിന്ന് കരകയറാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതില്ല എങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ റിസ്ഖിനെയും ഒക്കെ അത് മോശമായ രൂപത്തിൽ ബാധിക്കുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.